വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. കാരണം ചില ആൾക്കാർ ഒരുപാട് വർഷത്തിന് ശേഷം കാണുകയാണ്. ഞാൻ 79-ലാണ് ആദ്യമായിട്ട് ചെന്നൈയിൽ, അന്ന് മദ്രാസാണ് സ്ഥിരതാമസം ആയിരുന്നു. 5 വർഷം 6 വർഷത്തോളം ഞാനവിടെ സ്ഥിരതാമസമായിരുന്നു. അപ്പോൾ അന്ന് പല സ്ഥലത്തും താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാമീസ് ലോഡ്ജ് തുടങ്ങി ഉമാ ലോഡ്ജ്, പിന്നെ ടുലറ്റ് ലോഡ്ജ് എന്ന് ഇപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന പല ലോഡ്ജുകളിലും താമസിച്ചിട്ടുണ്ട്. സാധാരണ എന്താ പറയുക, ഒരു ജീവിതമായിരുന്നു ഞാനവിടെ നയിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ശ്രീനിവാസനെ കാണുന്നത്, അവരൊക്കെ പരിചയപ്പെടുന്നത് ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ചന്ദ്രകുമാർ, സത്യനന്ദിക്കാട്, പിന്നെ രാജസേനൻ, കെ മധു, ഞങ്ങളിങ്ങനെ അന്ന് മദ്രാസിലുണ്ട്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി, ഒരുപാട് പേര്. ഞാൻ ബഹദൂറിൻ്റെ ഇതിലാണ് ആദ്യം മദ്രാസിൽ ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ആദ്യം താമസിച്ചത്. പക്ഷേ അതിനുശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിക്കണമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഉമാ ലോഡ്ജിലേക്ക് മാറുന്നത്. ആദ്യം ഉമാ ലോഡ്ജിലായിരുന്നു. അന്ന് മണിയമ്പിള്ള രാജു, കൊച്ചിൻ ഹനീഫയൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അത് മണിയമ്പിള്ളയല്ല, സുധീർ കുമാറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെന്നൈ ജീവിതത്തെക്കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ ഒരു അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉമാ ലോഡ്ജിൽ താമസിക്കുമ്പോൾ മുതുകുളത്തെ കണ്ട ഒരു കഥ. കോടമ്പക്കം പോസ്റ്റ് ഓഫീസിൽ പൈസ വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോൾ വെച്ചാൽ മണി ഓർഡർ വരുമ്പോൾ അത് വാങ്ങിക്കാൻ ചെന്നപ്പോൾ മുതുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻ്റെ തിരക്കഥാകൃത്താണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയുടെ തിരക്കഥാകൃത്താണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടൊരു കഥ. അതുപോലെ ഒരുപാട് മനുഷ്യരെ അവിടെ കണ്ടുമുട്ടിയ ഒരു ജീവിത കാലമായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത സേതുമാധവൻ, PN മേനോൻ, ഭരതേട്ടൻ്റെ കൂടെയൊക്കെയാണ്. അവരൊക്കെ അന്ന് മദ്രാസിൽ സ്ഥിരതാമസമാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് കോളനി എന്ന് പറഞ്ഞിട്ട് കോളനിയുണ്ട്. കുറേ സംവിധായകർ താമസിക്കുന്ന ഇതിലാണ്. മലയാളം, തമിഴ് സംവിധായകരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. PN മേനോൻ, AB രാജുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. ശശികുമാർ സാറ്, പിന്നെ തമിഴിലെ തന്നെ ദുരൈ എന്ന് പറഞ്ഞ ഡയറക്ടർ, അങ്ങനെ കുറേ പേര്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, അന്ന് എല്ലാവരും റാം നസീർ അടക്കമുള്ള എല്ലാവരും ചെന്നൈയിലാണല്ലോ താമസം. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അനുഭവം തന്നെയാണ്. അത് ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ കണ്ടപ്പോൾ അത് പങ്കുവയ്ക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമുണ്ട്. AT മദ്രാസ് മെയിൽ എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. അപ്പോൾ 70-കളിലും 80-കളിലും ചെന്നൈയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കൂട്ടായ്മ തുടരാൻ ഞങ്ങളൊരു വാട്സാപ്പ് കൂട്ടായ്മയിലാണ് ആദ്യം തുടങ്ങിയത്. അതിൽ നിന്നാണ് ഈ ഒരു സൗഹൃദം കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാവരോടും ഒത്തുകൂടിയപ്പോൾ വലിയ സന്തോഷം. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അന്നത്തെ മദ്രാസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡൗൺ ടു എർത്തായിട്ട് ജീവിച്ച ഓരോ ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പട്ടിണി കിടന്നിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെയായിരുന്നു. എണ്ണി ചുട്ടപ്പം പോലെ കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു ഇതായിരുന്നു. വർക്കില്ലെങ്കിൽ വെറുതെ ഇരിക്കുക എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. സിനിമയിൽ എന്താകണം, എങ്ങനെ ആകണം എന്നുള്ള ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. പിന്നെ കുറേ മഹൽ വ്യക്തികളുമായിട്ടുള്ളൊരു സൗഹൃദം, അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവരുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ മഹാന്മാരായിട്ടുള്ള സംവിധായകർ, ഇപ്പോൾ രാമുകാരിയായിട്ട് ഞാൻ ചെന്നൈയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള, അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഭാസ്കരൻ മാഷ്, അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. മലയാളത്തിൽ നിന്ന് തമിഴിൽ പോലും ഇപ്പോൾ ഭാരതരാജനൊക്കെ അവിടെ വെച്ച് നമ്മൾ കാണുമായിരുന്നു. അപ്പോൾ അത് സംവിധായകൻ എന്നുള്ള രീതിയിൽ എന്നെ രൂപപ്പെടുത്തിയതിൽ തീർച്ചയായിട്ടും കോടമ്പക്കം, ഞങ്ങളൊക്കെ അന്ന് കോടമ്പക്കം എന്നാണ് പറയുന്നത്. മദ്രാസിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് കോടമ്പക്കം എന്നാണ്. കോടമ്പക്കത്തിന് വലിയ പങ്കുണ്ട്. യേശുദാസ് അടക്കമുള്ള ഒരുപാട് ആൾക്കാരാണ്. ഒരുപാട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ അതിന്. കാരണം ഞങ്ങളൊക്കെ ജീവിച്ച വഴി, ഇപ്പോൾ സ്വാമീസ് ലോഡ്ജൊക്കെയാണല്ലോ അതിൽ കാണിക്കുന്നത്. ഞാൻ 1 വർഷത്തോളം സ്വാമീസ് ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മകൾ തന്നെയാണ്. അവിടുത്തെ സ്റ്റുഡിയോകൾ, അവിടുത്തെ അന്നത്തെ സിനിമയുടെ സെറ്റപ്പ്, റെക്കോർഡിങ്, അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇന്നത്തെ ജനറേഷൻ അതൊന്നും കാണാൻ പറ്റില്ല. പഴയ സ്റ്റൈലിൽ സിനിമ മേക്കിംഗ് ഇല്ല, സ്റ്റുഡിയോ ഒന്നും ഇല്ലല്ലോ ഇന്ന്. അപ്പോൾ അതൊരു വലിയ കാര്യമൊന്നുമില്ല. ഭയങ്കര പ്രതീക്ഷയോടെയാണ്, വലിയ സന്തോഷമുണ്ട്. കാരണം പുതിയ ജനറേഷൻ വളരെ മികച്ച രീതിയിൽ സിനിമ ഉണ്ടാക്കുന്നു, പുതിയ പ്രമേയങ്ങൾ. അതുമാത്രമല്ല, ഗ്ലോബലി ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളുണ്ടാകും. ഞങ്ങളൊക്കെ ആദ്യകാലത്ത് സിനിമകൾ ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന മലയാള സിനിമകളായിരുന്നല്ലോ. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒരു മലയാള സിനിമ ലോകം മുഴുവൻ കാണുന്നു. മറ്റു ഭാഷയിലുള്ളവർ മലയാള മല്ലു ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വലിയൊരു, അതൊക്കെ നമുക്ക് ഒരു ഡ്രീമായിട്ട് തോന്നുന്നു. അതിലേക്കാണ് അച്ചീവ് ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിലും അങ്ങനെയല്ല, ഓരോന്ന് ക്യാരി ഓവർ ചെയ്ത് വരികയല്ലേ. ഇപ്പം ഞങ്ങളൊക്കെ സിനിമയിൽ വന്ന കാലത്ത് അതിനു മുമ്പ് ഉണ്ടായിരുന്ന 70-കളിലെ സിനിമകളായിരുന്നു ഞങ്ങളുടെ പ്രചോദനം. ഇപ്പോൾ PN മേനോൻ്റെ സിനിമകൾ, ഭരതൻ്റെ സിനിമകൾ, സേതുമാധവൻ്റെ സിനിമകളൊക്കെ ആയിരുന്നു, വിൻസെൻ്റ് മാഷ സിനിമ ഞങ്ങളുടെ പ്രചോദനം മലയാള സിനിമത്തിൽ. പിന്നീട് 80s-ലും 90s-ലൊക്കെ സിനിമകളായി. അപ്പോഴേക്കും ആ ഒരു ജനറേഷൻ മൊത്തത്തിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ റാം നസീറിൻ്റെ ഒരു ഇറ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അവസാന കാലത്താണ് ഞങ്ങളൊക്കെ സിനിമയിൽ വരുന്നത്. റാം നസീറിൻ്റെ ഇറ കഴിഞ്ഞ ഉടനെ തന്നെ മമ്മൂട്ടി, മോഹൻലാലിൻ്റെ ഒരു ഇറ വന്നു. അതിപ്പോഴും നിൽക്കുകയാണ്. ആ ഇറയുടെ ഒപ്പം സഞ്ചരിച്ചവരാണ് ഞങ്ങളെല്ലാവരും. ഒരുപാട് പേരുണ്ട്, ഒരുപാട് സംവിധായകർ, എഴുത്തുകാർ, ടെക്നീഷ്യൻസൊക്കെ തന്നെ അവരുടെ ഒപ്പം സഞ്ചരിച്ചവരാണ്. ആ ജനറേഷന് ശേഷം ഇപ്പോൾ 80s-ലെ അല്ലെങ്കിൽ 90s-ലെ കിഡ്സാണ് ഇപ്പോൾ
സിനിമാ സംവിധായകൻ. അപ്പോൾ അങ്ങനെ കണ്ടു വളരുകയാണല്ലോ. അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ 60s 70s സിനിമകൾ കണ്ടു വളർന്നു. ഇപ്പോൾ അവർ 80s 90s സിനിമകൾ കണ്ടു വളർന്നു.